ഹലോ ഓൾ, എല്ലാവർക്കും മൈ പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ടുള്ളത്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ ദി ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിളിലെ കറക്റ്റ് സീക്വൻസ് നമുക്ക് 4ഓളം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ക്രെബ്സ് സൈക്കിളിന്റെ തന്നെ നമുക്കിപ്പോൾ ക്രെബ്സ് സൈക്കിൾ ഒന്ന് നോക്കാം. നോക്കിയിട്ട് വന്നിട്ട് ഓപ്ഷനിലേക്ക് നോക്കാം. സോ ക്രെബ്സ് സൈക്കിളിന്റെ തന്നെയാണ് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ TCA സൈക്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. ഇതെന്താണ് മെയിൻ ആയിട്ട് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് ഇത് നടക്കുന്നത് അല്ലെ. സോ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ നമുക്ക് അറിയാലോ ഈ എറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ് ഉണ്ട്. ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ ഫോം ചെയ്യുന്നത്? ആ ഗ്ലൂക്കോസിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറൂവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. then ഈ പൈറുവേറ്റിന് ചേഞ്ചുകൾ സംഭവിച്ചിട്ട് നെക്സ്റ്റ് അത് എൻ്റർ ചെയ്യുന്നത് എവിടേക്കാണ്? നമ്മുടെ ക്രെബ്സ് സൈക്കിളിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷന് 4 സ്റ്റേജുകളാണുള്ളത്. ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ് ടു വാട്ടർ ആയിട്ട് മാറ്റുന്നു. എനർജി റിലീസ് ചെയ്ത പ്രോസസ് ഈ സ്റ്റോർഡ് ഇൻ ATP അല്ലെ. ATP ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൈക്കോളിസിസിൽ എന്താ നടക്കുന്നത്? പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് അല്ലെ. കംപ്ലീറ്റ്ലി ഓക്സിഡേഷൻ നടക്കുന്നില്ല, പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് എ ഗ്ലൂക്കോസ് മോളിക്യൂൾ ടു ഫോം 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ്. ആദ്യം എന്ത് ചെയ്യുന്നു? സൈറ്റോസോളിൽ വെച്ചിട്ട് നമ്മുടെ ഗ്ലൂക്കോസിനെ പാർഷ്യലി ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റുന്നുണ്ട്? 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ പൈറുവേറ്റ് അല്ലെ ഗ്ലൈക്കോളിസിസിൽ ഫോം ചെയ്യുന്ന പൈറുവേറ്റ് നേരെ മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലെത്തും. മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിൽ എത്തിയിട്ട് അവിടെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കും അല്ലെ. എന്നിട്ട് അത് എന്താവും? അസറ്റൈൽ കോഎൻസൈം A ആവും. ഇനി ഈ അസറ്റൈൽ കോഎൻസൈം A അല്ലെ ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ് അല്ലെ. ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ് ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ 4 സ്റ്റേജ് നടക്കും. ആദ്യം നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ്, ഈ ഗ്ലൂക്കോസിനെ പാർഷ്യൽ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് എന്തായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് സൈറ്റോസോളിൽ നടക്കും. എന്നിട്ട് ഈ പൈറുവേറ്റ് നേരെ മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലേക്ക് എത്തും. ഈ മെട്രിക്സിൽ വെച്ചിട്ട് അതിന് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടന്നിട്ട് അത് എന്തായിട്ട് മാറും? അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറും. ഈ അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറാനുള്ള ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ് ഈ ഒരു എൻറ്റയർ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. സോ എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ അസറ്റൈൽ കോഎൻസൈം A അല്ലെ എവിടേക്കാണ് എൻ്റർ ചെയ്യുന്നത്? ക്രെബ്സ് സൈക്കിളിലേക്കാണ്. ഇതാണ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ. ഫസ്റ്റ് ഗ്ലൈക്കോളിസിസിലെ നമ്മുടെ ഗ്ലൂക്കോസിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും ഒക്കെ പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ എന്ത് നടക്കും? കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്രെബ്സ് സൈക്കിളിനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. ഇതാണ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അസറ്റൈൽ കോഎൻസൈം A എവിടുന്ന് വന്നതാണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് സംഭവിച്ച പൈറുവേറ്റിന് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് നമുക്ക് അസറ്റൈൽ കോഎൻസൈം A കിട്ടി. ഈ അസറ്റൈൽ കോഎൻസൈം A നേരെ എവിടേക്കാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിലേക്കാണ് എത്തുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് അസറ്റൈൽ കോഎൻസൈം A കണ്ടൻസേഷൻ നടക്കും അല്ലെ. 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഓക്സാലോ അസറ്റേറ്റും ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും? അപ്പം ഓക്സാലോ അസറ്റേറ്റും അസറ്റൈൽ കോഎൻസൈം Aയും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? സിട്രേറ്റ് കിട്ടും അല്ലെ. സിട്രേറ്റ് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സാലോ അസറ്റേറ്റും അസറ്റൈൽ കോഎൻസൈമും കൂടി ചേർന്നിട്ട് ഒരു 6 കാർബൺ ആയിട്ടുള്ള സിട്രേറ്റ് കിട്ടും. ഇത് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നടക്കുന്നത്? സിട്രേറ്റ് സിട്രേറ്റ് ഐസോമറൈസേഷൻ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നു. ദെൻ ഐസോസിട്രേറ്റ് എന്ത് പറ്റും? ഡീഹൈഡ്രോജനേഷൻ അല്ലെ. ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടുകൂടി ഹൈഡ്രജൻ അയോൺസിനെ റിമൂവ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയിട്ട്
മാറും. ഇനി ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റിന് എന്ത് സംഭവിക്കും? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് സക്സനൈൽ കോഎൻസൈം എ ആവും. ഞാൻ ഒരുപാട് ഡെപ്തിൽ പറയുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സക്സനൈൽ കോഎൻസൈം എ ദെൻ എന്തായിട്ട് മാറുന്നു? സക്സിനേറ്റ് ആയിട്ട് മാറുന്നു. സക്സിനേറ്റ് കൺവേർട്ടഡ് ഇൻറ്റു ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ട് അല്ലെ. അസറ്റൈൽ കോഎൻസൈം എ എവിടുന്ന വന്നെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ടുണ്ടാവുന്ന പൈറുവീറ്റിന് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ സംഭവിച്ചിട്ട് അസറ്റൈൽ കോഎൻസൈം എ എൻട്രി ചെയ്യുന്നു മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക്. അവിടെ വെച്ചിട്ട് ഓക്സാലോ അസറ്റേറ്റും ആയിട്ട് ചേർന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? സിട്രേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു കോഎൻസൈം എ റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ സിട്രേറ്റിന് ഐസോമറൈസേഷൻ സംഭവിച്ച് ഐസോസിട്രേറ്റ്, ഡീഹൈഡ്രോജനേഷൻ സംഭവിച്ചത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയിട്ട് മാറുന്നു. ദെൻ സക്സനൈൽ കോഎൻസൈം ഈസ് കൺവേർട്ടഡ് ഇൻറ്റു സക്സിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സക്സിനേറ്റ് then എന്തായിട്ടാണ് മാറുന്നത്? ഫ്യൂമറേറ്റ് ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ 8 സ്റ്റെപ്പുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിട്രേറ്റ് ആണല്ലേ. സിട്രേറ്റ്, ഐസോസിട്രേറ്റ്, ദെൻ എന്താണ്? സിട്രേറ്റ്, ഓക്സാലോസ് അല്ലെ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഓക്കെ, അപ്പൊ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൈക്കിള് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്ര 8 സ്റ്റെപ്പുകളിലായിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് അല്ലെ. അപ്പൊ ഈ ക്രബ് സൈക്കിൾ എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ക്രബ് സൈക്കിൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കറക്റ്റ് സീക്വൻസ് കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കി, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ഐസോസിട്രേറ്റ്. അങ്ങനെയാണോ പോകുന്നത്? ഐസോസിട്രേറ്റ് ആയിട്ട് പോകുന്നു. തിരിച്ചാണല്ലേ, ഐസോസിട്രേറ്റ് ആണ് എന്തായിട്ട് മാറുന്നത്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഞാൻ നോക്കി, ഐസോസിട്രിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, ഓക്സാലോസക്സിനിക് ആസിഡ് ആണോ? ഇങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഓരോന്ന് നോക്കുക. ദെൻ നോക്കാം, ഐസോസിട്രിക് ആസിഡ്, ഓക്സാലോസക്സിനിക് ആസിഡ് സിട്രിക് ആസിഡ് ആണോ? അല്ല. ഐസോസിട്രിക് ആസിഡ് എന്തായിട്ട് മാറുന്നുണ്ട്? ഓക്സാലോസക്സിനിക് ആസിഡ് ആൻഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അതിനകത്തായിട്ട് ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കി വെക്കുക അല്ലെ. ഏകദേശം എത്ര സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത് അല്ലെ? ആ ഒരു 8 സ്റ്റെപ്പുകൾ ഒന്ന് നോക്കി വെക്കുക. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ക്രബ് സൈക്കിൾസ്. നെക്സ്റ്റ് നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ വെക്ടർ ഫോർ ക്ലോണിങ് എ ഹൈ മോളിക്കുലാർ വെയിറ്റ് DNA ഫ്രാഗ്മെന്റ്സ്. ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒരു DNA ഫ്രാഗ്മെന്റ്സിനെ ക്ലോൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വെക്ടേഴ്സ് ഏത് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഏതാണ് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള DNA ക്ലോൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെക്ടർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഓക്കെ, പ്ലാസ്മിഡ്, കോസ്മിഡ്, P1 ഫേജ്, YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം. ഓരോന്നായിട്ട് നോക്കാം. Plasmid typically clone DNA insert up to 15 to 25 kilobases. ഇപ്പൊ പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുത് അല്ലെ. 15 to 25 കിലോബേസ് മാത്രമുള്ള DNAസിനെ ഇൻസേർട്ട് ചെയ്യാനാണ് പ്ലാസ്മിഡ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോസ്മിഡ്സ് എന്ന് പറയുന്നത്, കോസ്മിഡ്സ് ആണെങ്കിൽ ലാർജർ ഫ്രാഗ്മെന്റ്സ് ആണ്. യൂഷ്വലി എത്രയാണ്? 35 മുതൽ 45 KB വരെയാണ്. ദെൻ P1 ഫേജസ് ഉണ്ട്. P1 ഫേജസ് എന്ന് പറയുന്നത് എന്താണ്? ലാർജർ ദാൻ കോസ്മിഡ്സ് അല്ലെ. കോസ്മിഡ്സിനേക്കാൾ ലാർജർ ആയിട്ടുള്ള ടിപ്പിക്കലി ഒരു 17 to 100 KB വരെയാണ് അവരെന്ത് ചെയ്യുന്നത്? ക്ലോൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോംസ് ആണ് വെരി ലാർജ് DNA ഫ്രാഗ്മെന്റ്സ് അല്ലെ. 200 KB മുതൽ 2000 വരെയൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടും P1 ഫേജ് ആണെങ്കിലും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോമും രണ്ടും എന്താണ്? ഏകദേശം വലിയ DNAസിനെ എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ക്ലോൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി ആക്യുറേറ്റ് നമുക്ക് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കീഴിൽ P1 ആയതുകൊണ്ട് നമുക്ക് P1 വെച്ച് തന്നെ പോകാം. രണ്ടും ഏകദേശം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെ. മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള DNA ക്ലോൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്യൂട്ടബിൾ മെത്തേഡ് എന്ന് പറയുന്നത് P1 ഫേജ് മെത്തേഡാണ്.
ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ്. എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ നമുക്ക് എന്ത് വരും? മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഫ്ലാറ്റൻഡ് ടിഷ്യൂസുകൾ കാണാനായിട്ട് സാധിക്കും. അതിന്റെ പേരെന്തെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ക്യൂബോയിഡൽ, സിമ്പിൾ സ്ക്വാമോസ്, സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ്. അപ്പൊ നോക്കിയാൽ എന്താ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ? എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് എ സ്കിൻ, അല്ലെ, അല്ലെങ്കിൽ ബോഡി ലൈൻസിന്റെ ഒരു ഔട്ടർ മോസ്റ്റ് കവറിങ്ങിനെയാണ് നമ്മൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇറ്റ് ഫോംസ് ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു ലൈനിങ് ഫോം ചെയ്യുന്നത് ഈ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂസ് കൊണ്ടാണ്. അപ്പൊ ഇവയ്ക്ക് എന്താണ്? അബ്സോർപ്ഷനും വേരിയസ് സെൻസേഷൻസും പ്രൊട്ടക്ഷൻസും ഒക്കെയാണ് ഇവരുടെ ഫംഗ്ഷൻ. നമുക്ക് മെയിൻ ആയിട്ട് 3 തരത്തിൽ നമുക്ക് എപ്പിത്തീലിയത്തെ ഡിവൈഡ് ചെയ്യാം. സ്ക്വാമോസ് എപ്പിത്തീലിയം. ഫസ്റ്റ് വൺ എന്താണ്? സ്ക്വാമോസ് എപ്പിത്തീലിയം. ഒന്നാമത്തെയാണ് സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ദേ ആർ തിൻ ആൻഡ് ഫ്ലാറ്റ് സെൽസ്. തിന്നും ഫ്ലാറ്റുമായിട്ടുള്ള സെൽസ് ആണ് സ്ക്വാമോസ് എപ്പിത്തീലിയം. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഹെക്സാഗണൽ ഷേപ്സിലുള്ള സെൽസ്. ദെൻ കൊളംനാർ എന്ന് പറയുന്നത് കോളം ലൈക്ക് സിലിണ്ടർ സെൽസ് ഉള്ളതാണ്. ഏതെന്ന് പറയുന്നത്? കൊളംനാർ എപ്പിത്തീലിയം. അപ്പൊ സ്ക്വാമോസ് ഉണ്ട്, ക്യൂബോയിഡുകളുണ്ട്, കൊളംനാർ എപ്പിത്തീലിയം ഉണ്ട്. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും സ്കിന്നിന്റെ ഔട്ടർ കവറിംഗ് ആണ്, അല്ലെ. ഫോം ചെയ്യുന്നത് എന്താണ്? സ്കിന്നിന്റെ ഔട്ടർ കവറിംഗ് ആണ് ഫോം ചെയ്യുന്നത്. മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഒക്കെ ലൈനിങ് ഇത് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, ഇതിന്റെ ടൈപ്പ് ഒന്ന് നോക്കാം. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ്. അപ്പൊ ഈ സ്ക്വാമോസിൽ തന്നെ, അല്ലെ, ഇപ്പം ഇതിൽ തന്നെ വീണ്ടും നമുക്ക് ഈ ക്യൂബോയിഡ് അല്ലെങ്കിൽ സ്ക്വാമോസ്, കൊളംനാറിന് വീണ്ടും ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. സ്ട്രാറ്റിഫൈഡ് ഉണ്ട്, അല്ലെ. സ്ട്രാറ്റിഫൈഡ് എന്ന് നമുക്ക് ഇവിടെ നോക്കിയേ സ്ട്രാറ്റിഫൈഡ് ടൈപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്ട്രാറ്റിഫൈഡ് ഉണ്ട്, സിമ്പിൾ ടൈപ്പും ഉണ്ട്. അപ്പൊ നമുക്കത് സ്ട്രാറ്റിഫൈഡ് നോക്കാം. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ലെയേഴ്സ്. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിരിക്കും ഉള്ളത്. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ 2 or more ലെയറേ ഉള്ളൂ. സ്ട്രാറ്റിഫൈഡ് കൊളംനാർ എന്ന് പറയുമ്പോൾ റയർ എപ്പിക്കൽ സെൽസ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? മൾട്ടിപ്പിൾ ലെയേഴ്സ് വരുന്ന ഏതാണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസിനാണ് മൾട്ടിപ്പിൾ ലെയറുകൾ വരുന്നത്. ഇപ്പൊ സ്ക്വാമോസിന്റെ ഒരു ടൈപ്പാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എന്ന് പറയുന്നത്. സ്ക്വാമോസ് എന്ന് പറയുമ്പോൾ തിൻ ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. അതിന്റെ മൾട്ടിപ്പിൾ ലെയർ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമോസ് എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രൂ ഓർ ഫോൾസ് ആണ്, അല്ലെ. DPD ഓഫ് എ പ്ലാസ്മലൈസ്ഡ് സെൽ ഈസ് ഈക്വൽ ടു OP. In plants, the value of DPD will be higher than OP. OP of a cell is usually equal to DPD plus TP. When a cell is fully purged, it is DPD equal to OP. So എന്താണ്? പ്ലാസ്മോലൈസ്ഡ് സെല്ലിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമുക്ക് നോക്കാം. പ്ലാസ്മോലൈസ്ഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലാന്റ് സെൽ ഹാസ് ലോസ്റ്റ് വാട്ടർ, അല്ലെ. വാട്ടർ ലോസ്റ്റ് ചെയ്തിട്ടുള്ള സെൽസ് ആണ് പ്ലാസ്മോലൈസ്ഡ് സെൽസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് കാരണം അത് എന്ത് ചെയ്യുന്നു? ആ സെൽസിനുള്ളിൽ നിന്നും വാട്ടർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സെൽസ് ആണ് പ്ലാസ്മോലൈസ്ഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് DPD ഓഫ് എ പ്ലാസ്മോലൈസ്ഡ് സെൽ, അല്ലെ. പ്ലാസ്മോലൈസ്ഡ് സെല്ലിലെ DPD അഥവാ ഡിഫ്യൂഷൻ പ്രഷർ എന്ന് പറയുന്നത് എന്ത് ഈക്വൽ ആയിരിക്കും? OPക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പൊ ഡിഫ്യൂസ്ഡ് പ്രഷർ ഉണ്ട്, അല്ലെ. ഡിഫ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? OP മൈനസ് TP ആണ്, അല്ലെ. അതായത് ഓസ്മോട്ടിക് പ്രഷർ മൈനസ് ടർഗർ പ്രഷർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു പ്ലാസ്മോലൈസ്ഡ് സെൽസിലെ ഡിഫ്യൂഷൻ പ്രഷർ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? DPD എങ്ങനെ കണ്ടെത്തുന്നത്? ഓസ്മോട്ടിക് പ്രഷർ മൈനസ് ടർഗർ പ്രഷർ ആണ്. അപ്പൊ ഈ പ്ലാസ്മോലൈസ്ഡ് സെൽസില് ഓസ്മോട്ടിക് പ്രഷറും ടർഗർ പ്രഷറും, അല്ലെ. പ്ലാസ്മോലൈസ്ഡ് സെൽ ടർഗർ പ്രഷർ ബിക്കെയിം 0. ടർഗർ പ്രഷർ എന്താവുന്നു? 0 ആവുന്നു. ബിക്കോസ് ദ സെൽ മെംബ്രെയിൻ ഹാസ് പുൾഡ്, അല്ലെ, പുൾഡ് എവേ ഫ്രം ദ സെൽ, അല്ലെ. ഈ ഒരു പ്ലാസ്മോലൈസ്ഡ് സെൽസിൽ എന്ത് പറ്റും? ടർഗർ പ്രഷർ എന്ന് പറയുന്നത് 0 ആവും. കാരണം എന്താ? സെൽ മെംബ്രെയിൻ ഹാസ് പുൾഡ് എവേ ഫ്രം ദ സെൽ വാൾ, അല്ലെ. സെൽ വാളിൽ നിന്നും ദൂരേക്ക് പുള്ള് ചെയ്തുകൊണ്ട് പോയി. സോ എന്ത് പറ്റും? DPD കണ്ടെത്തണമെങ്കിൽ എന്താവും? DPD ഈക്വൽ ടു
ഒ പി മൈനസ് ടർഗർ പ്രഷർ എന്താ 0 ആണ്. അപ്പൊ ഒ പി മൈനസ് 0 എത്രയാണ്? ഡി പി ഡി ഈക്വൽ ടു ഒ പി എന്ന് വരും. ഒ പി മൈനസ് 0 ഒ പി തന്നെയല്ലേ? സോ ഡി പി ഡി ഈക്വൽ ടു ഒ പി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ ക്ലിയർ ചെയ്തത്? ഓക്കെ. അപ്പൊ നോക്കി, ഡി പി ഡി ഓഫ് എ പ്ലാസ്മലൈസ്ഡ് സെല്ല് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ പിക്ക് ഈക്വൽ ആയിരിക്കും. ആ ഒരു ഐഡിയ കിട്ടിയോ? കിട്ടിയോ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മലൈസ്ഡ് സെൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ ഡി പി ഡി എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഡി പി ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ പ്രഷർ ഡിഫക്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒ പി മൈനസ് ടർഗർ പ്രഷർ ടി പി ആണ്. അതിൽ പ്ലാസ്മലൈസ്ഡ് സെൽ ആവുമ്പോൾ ടി പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഒ പി മൈനസ് 0 ആണ് ഇവിടുത്തെ ഡി പി ഡി എന്ന് പറയുന്നത്. ഒ പി മൈനസ് ഡി പി ഡി, ഒ പി മൈനസ് 0 എന്ന് പറയുമ്പോൾ ഒ പി തന്നെയായിരിക്കും. സോ ഡി പി ഡി ഈക്വൽ ടു ഒ പി. അതല്ലേ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? ഡി പി ഡി ഓഫ് എ പ്ലാസ്മലൈസ്ഡ് സെൽ എന്ന് പറയുന്നത് ഒ പിക്ക് ഈക്വൽ ആയിരിക്കും. റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറഞ്ഞത്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ പ്ലാന്റ്സ് ദ വാല്യൂ ഓഫ് ഡി പി ഡി വിൽ ബി ഹയർ ദാൻ ഒ പി വെൻ ഒ പി ഈക്വൽ ടു ടി പി. ഒ പിയും ടി പിയും ഒരേപോലെ ആണെങ്കിൽ ഡി പി ഡിയുടെ വാല്യൂ എന്തായിരിക്കും? ഹയർ ആയിരിക്കും, കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ഒരു സെയിം ഇക്വേഷൻ തന്നെ നോക്കാം. നോക്കിയേ, ഇവിടെ തന്നെ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ നോക്കാം അല്ലെ? ഡി പി ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡി പി ഡി എന്ന് പറയുമ്പോൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഒ പി മൈനസ് ടർഗർ പ്രഷർ ടി പി ആണ്. സോ ഒ പി ഈക്വൽ ടു ടി പി ആ. നോക്കിയേ, ഒ പിയും ടി പിയും ഈക്വൽ ആണ്. അതായത് ഒ പി 3 ആണെങ്കിൽ ടി പി എന്തായിരിക്കും? 3 ആണ്. അപ്പൊ ഡി പി ഡി എത്രയായിരിക്കും വരുന്നത്? 0 അല്ലേ വരുന്നത്? ഹയർ വാല്യൂ ആണോ വരുന്നത്? 0 അല്ലേ വരുന്നത്? ഒ പിയും ടി പി ഈക്വൽ ആയി കഴിഞ്ഞാൽ രണ്ട് സെയിം സംഖ്യകൾ മൈനസ് ചെയ്താൽ 0 വരത്തുള്ളൂ. അപ്പൊ ഈ ഡി പി ഡി എപ്പോഴെങ്കിലും ഹയർ വാല്യൂ ആയിരിക്കുമോ? ആയിരിക്കുമോ? ഒ പിയെക്കാളും ടി പിയെക്കാളും കൂടിയ വാല്യൂ വരുമോ? ഇല്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഒരൊറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ അല്ലെ, നമുക്ക് ഈ ഡി പി ഡി കണ്ടുപിടിക്കാനുള്ള, ഡിഫ്യൂഷൻ പ്രഷർ ഡിഫക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷൻ അറിയാവുന്നവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, ഒ പി ഓഫ് എ സെൽ ഈസ് യൂഷ്വലി ഈക്വൽ ടു ഡി പി ഡി പ്ലസ് ടി പി. ഇനി നോക്കിയേ, ഒ പി നെക്സ്റ്റ് നോക്കാം. സെയിം ഇക്വേഷൻ തന്നെയല്ലേ? ഡി പി ഡി ഈക്വൽ ടു ഒ പി മൈനസ് ടി പി. സോ ഒ പി കണ്ടെത്താനുള്ളൊരു ഇക്വേഷൻ അല്ലെ? ഒ പി ഈക്വൽ ടു എന്ത് പറ്റും? ഒ പി കണ്ടെത്താൻ ഡി പി ഡി അപ്പുറത്ത് പോലെ ഡി പി ഡി അല്ലെ, നമ്മൾ ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് പ്ലസ് ആവും. ഡി പി ഡി പ്ലസ് ടി പി അല്ലേ? കറക്റ്റ് അല്ലേ ആ ഇക്വേഷൻ? ഡി പി ഡി ഒ പി മൈനസ് ടി പി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഒ പി കണ്ടെത്താനായിട്ടുണ്ടെങ്കിൽ ഡി പി ഡി പ്ലസ് ടി പി ചെയ്താൽ പോരെ? തിരിച്ചിട്ടാൽ മതി അല്ലേ? അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ് അല്ലെ? കറക്റ്റ് ആണ്. അതായത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒ പി കണ്ടെത്താൻ ഡി പി ഡിയെ ടി പി ആയിട്ട് പ്ലസ് ചെയ്താൽ മതി അല്ലെ? മൈനസ് ടി പി ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് ടി പി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ ക്ലിയർ ആയോ? വെൻ എ സെൽ ഈസ് ഫുള്ളി ടേർജ്ഡ്, സെല്ല് ഫുള്ളി ടേർജ്ഡ് ആവുന്ന സമയത്ത് ഡി പി ഡിയും ഒ പിയും ഈക്വൽ ആവുമെന്നാണ് പറയുന്നത്. എ ഫുള്ളി ടേർജ്ഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽസ് ആണ്. അതിനി എന്ത് ചെയ്യാൻ പറ്റില്ല? വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. സോ ദ സെൽ കനോട്ട് ടേക്ക് ഇൻ എനി മോർ വാട്ടർ അല്ലെ? ഇനി വാട്ടറിനെ എടുക്കാനേ പറ്റില്ലെങ്കിൽ സോ ഡി പി ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഡി പി ഡി എന്താണ്? സ്റ്റേറ്റ്മെന്റ് ക്ലെയിം ദാറ്റ് ഡി പി ഡി ഈസ് ഈക്വൽ ടു ഒ പി അല്ലെ? ഒ പിക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഒ പി എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതെന്തായാലും 0 ആയിരിക്കില്ല. സോ ഡി പി ഡിയും ഒ പി എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കുകയില്ല. അപ്പൊ ക്ലിയർ ആയോ? നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകളായിരുന്നു ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നുകൂടി നോക്കി, ഡി പി ഡി ഓഫ് പ്ലാസ്മലൈസ്ഡ് സെൽസിലെ ഡി പി ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ പിക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ആദ്യം എന്ന് പറയുന്നത് ഡി പി ഡി അല്ലെ? നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ കൊണ്ടാണ് നമ്മൾ ഈ 4 കാര്യങ്ങളും ചെയ്യുന്നത്. ഡിഫ്യൂഷൻ പ്രഷർ ഡിഫക്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഒ പി മൈനസ് ടി പി ആണ്. പ്ലാസ്മലൈസ്ഡ് സെല്ലിനെ സംബന്ധിച്ച് അവിടെ എന്തായിരിക്കും? ടി പി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. സോ ടി പി 0 ആയാൽ പോയി. അപ്പൊ എന്ത് ഡി പി ഡി ഈക്വൽ ടു ഒ പി. കറക്റ്റ് ആണ്. ഇൻ പ്ലാൻ വാല്യൂ ഡി പി ഡി വിൽ ബി ഹയർ ദാൻ ഒ പി അല്ലെ? ഡി പി ഡി ഒ പിയും ടി പിയും ഓസ്മോട്ടിക് പ്രഷറും ടർഗർ പ്രഷറും ഒരേ വാല്യൂ ആണെങ്കിൽ നോക്കിയേ, രണ്ടിനും ഒരേ വാല്യൂ എടുത്ത് നോക്കിയാൽ 4 - 4. സോ ഡി പി ഡി എന്താവും? 0 ആവും. ഹയർ വാല്യൂ വരുന്നുണ്ടോ? ഇല്ല. ദെൻ ഒ പി ഇസ് എ സെൽ യൂഷ്വലി ഈക്വൽ ടു ഡി പി ഡി പ്ലസ് ടി പി. അപ്പൊ നമുക്കിവിടെ ഒ പി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഒ പി ഈക്വൽ ടു ഡി പി ഡി. ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ടർഗർ പ്രഷർ. കറക്റ്റ് അല്ലേ? ഇനി ഒരു സെല്ല് ഫുള്ളി ടർജഡ് ആവുകയാണെങ്കിൽ അതിന്റെ ഡി പി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനി ഒരു വാട്ടറിനെയും അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വീകരിക്കാൻ പറ്റില്ല. സോ ഡി പി ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡി പി ഡി എന്താണ്? 0. സോ ഡി പി ഡി ഈക്വൽ ടു ഒ പി എന്ന് പറയുന്നത്
ആയിരിക്കില്ല അല്ലെ. OP എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെയാ ട്രൂ കിട്ടിയത്? 1 ട്രൂ കിട്ടി അല്ലെ, 2 ഫോൾസ് കിട്ടി, 3 ട്രൂ കിട്ടി, 4 ഫോൾസ് കിട്ടി. നോക്കിയാൽ 1 ട്രൂ ആയിട്ട് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ടല്ലേ. 2 നമുക്ക് എന്താ ഫാൾസ്. അതെ, 1 ട്രൂ 2 ഫാൾസ്, 3 ട്രൂ 4 ഫോൾസ്. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ആ 4 ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു. സോ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഗ്ലൈക്കോലൈസിസ് there is net gain of 2 ATP അല്ലെ. ഗ്ലൈക്കോലൈസിസിൽ 2 ATP യും 2 മോളിക്യൂൾ ഓഫ് എന്തുകൂടിയാണ് കിട്ടുന്നത്? വളരെ സിമ്പിൾ, NADH2 കൂടിയാണ് കിട്ടുന്നത് അല്ലെ. 2 മോളിക്യൂൾ ഓഫ് ATPയുടെയും 2 മോളിക്യൂൾ ഓഫ് NADHന്റെയും ഗെയിൻ ആണ് ഉണ്ടാവുന്നത്. ഇനി നോക്കാം. സ്മൂത്ത് മസിൽസ് ഈസ് ഡിഫറെന്റ് ഫ്രം സ്കെൽറ്റൻ മസിൽ. സ്മൂത്ത് മസിൽസ് സ്കെൽറ്റൻ മസിൽസുമായിട്ട് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സ്മൂത്ത് മസിൽസ് ഈസ് ഡിഫറെന്റ് ഫ്രം സ്കെൽറ്റൻ മസിൽസ് അല്ലെ. സ്മൂത്ത് മസിൽസും സ്കെൽറ്റൻ മസിൽസും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സോ നമുക്ക് നോക്കാം. സ്മൂത്ത് മസിൽസും സ്കെൽറ്റൻ മസിൽസും തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഒന്ന് നോക്കാം. സ്കെൽറ്റൻ മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അല്ലെ. ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് ആണ് സ്കെൽറ്റൻ മസിൽ. അപ്പൊ തന്നെ അതെന്തായിരിക്കും? വോളണ്ടറി ആയിരിക്കും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഷ്യസ്ലി അതിനെ കൺട്രോൾ ചെയ്യും. ഇപ്പൊ അനങ്ങണ്ട എന്ന് പറഞ്ഞാൽ അത് അനങ്ങില്ല, കോൺഷ്യസ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? ഇതെന്ന് പറയുന്നത് സ്ട്രേറ്റഡ് ആയിരിക്കും അല്ലെ. സ്ട്രേറ്റഡ് രീതിയിലായിരിക്കും ഇതിന്റെ അപ്പിയറൻസ്. ലോങ് സിലിണ്ടറിക്കൽ ഫൈബേഴ്സ് ആയിരിക്കും. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും ഏതെന്ന് പറയുന്നത് സ്കെൽറ്റൻ മസിൽസ് എന്ന് പറയുന്നത്. കൺട്രാക്ഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ആൻഡ് ഫോഴ്സ്ഫുള്ളി ആയിരിക്കും അല്ലെ, ക്വിക്ലി നടക്കുന്ന കൺട്രാക്ഷൻസ് ആണ്. എന്നാൽ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവയെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ചലിപ്പിക്കാനായിട്ട് പറ്റില്ല അല്ലെ. കംപ്ലീറ്റ്ലി ഇൻവോളണ്ടറി ആണ് ഏതെന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. വാൾസ് ഓഫ് ഹോളോ ഓർഗൻസ്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, ബ്ലഡ് വെസൽസ്, ഹേർട്ടിന്റെ ഒക്കെ മസിൽസ് ആണ് സ്മൂത്ത് മസിൽസ്. ഇവരെ നോൺ സ്ട്രൈറ്റഡ് ആണ് അല്ലെ, സ്മൂത്ത് ആയിട്ടാണ് കാണുന്നത്. ഏകദേശം എന്താണ്? ഒരു സ്പിൻഡിൽ ഷേപ്പിലായിരിക്കും അല്ലെ. ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ല, സിംഗിൾ ന്യൂക്ലിയസുകൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഇവരിൽ കാണുകയുള്ളൂ. സോ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം നോക്കിയേ. സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻവോളണ്ടറി ആണ്. സ്മൂത്ത് മസിൽസിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സ്കെൽറ്റൻ, അപ്പം സ്മൂത്ത് മസിൽസ് ഇൻവോളണ്ടറി ആണെങ്കിൽ സ്കെൽറ്റൻ മസിൽസ് എന്തായിരിക്കും? വോളണ്ടറി ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ സ്കെൽറ്റൻ മസിൽസ് സ്ട്രൈറ്റഡ് ആണ്. സ്മൂത്ത് മസിൽസിന് എന്തുണ്ട്? നോൺ സ്ട്രൈറ്റഡ്, സ്മൂത്ത് ആയിരിക്കും അല്ലെ. അപ്പൊ അത് നോൺ സ്ട്രൈറ്റഡ് ആയിരിക്കും. അപ്പൊ എയും ബിയും അതിന്റെ 2 മെയിൻ ഡിഫറൻസ് ആണ്. അപ്പൊ ബോത്ത് എ ആൻഡ് ബി രണ്ടും എന്താണ്? ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ ആണ്. സോ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ന്യൂക്ലിയോസൈഡ് ഓഫ് സൈറ്റോസിൻ. ന്യൂക്ലിയോസൈഡ് അല്ലെ. സൈറ്റോസിൻ അറിയാലോ, DNA ബേസ് പെയർസ് ആണ് അല്ലെ. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. അപ്പൊ ആ സൈറ്റോസിനിലെ ന്യൂക്ലിയോസൈഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റാച്ച്മെന്റ് ഓഫ് എ ബേസ്, അതായത് ഏതെങ്കിലും ഒരു ബേസ് ആയിക്കോട്ടെ അല്ലെ. അഡിനിൻ ആവാം, തൈമിൻ ആവാം, ഗുവാനിൻ ആവാം, സൈറ്റോസിൻ ആവാം. അപ്പൊ ഇതിനെ നമുക്ക് ജനറലി എന്ന് വിളിക്കാം ബേസ്. ഈ ബേസിനെ നമ്മൾ എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യാണ്? ഷുഗറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. DNA-യിലാണെങ്കിൽ ആരുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്? റൈബോസ് ഷുഗറുമായിട്ടും. RNA-യിലാണെങ്കിൽ റൈബോസുമായിട്ടും, DNA-യിലാണെങ്കിൽ ഡിയോക്സി റൈബോസ് അല്ലെ. ഡിയോക്സി റൈബോസുമായിട്ടായിരിക്കും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന ബേസുകളെ ഒരു ഷുഗർ മോളിക്യൂള്, DNA-യിലെ ഷുഗർ ആയിട്ടുള്ള ഡിയോക്സി റൈബോസുമായിട്ടോ RNA-യിലെ ഷുഗർ ആയിട്ടുള്ള റൈബോസുമായിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്? അറ്റാച്ച് ചെയ്യാണെന്ന് വെച്ചു. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോസൈഡ്. അതായത് നൈട്രജൻ ബേസ് എ പ്ലസ് അല്ലെ. അതായത് നമ്മുടെ ബേസ് എ പ്ലസ് ഷുഗർ ആണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സൈറ്റോസിനെ നമ്മൾ റൈബോസുമായിട്ട് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സൈറ്റിഡിൻ കിട്ടും. നമുക്കൊരു ടേബിൾ നോക്കേ. അഡിനിനെ നമ്മൾ റൈബോസ്, RNA-യിലെ അതുമായിട്ടാണെങ്കിൽ അഡിനോസിൻ, എല്ലാത്തിന്റെ അവസാനം എന്ത് വരും? SIN അല്ലെങ്കിൽ അഡിനോസിൻ എന്ന് വരും.
ദെൻ ഗുവാനിൻ. റൈബോസുമായിട്ടാണെങ്കിൽ എന്താണ് വരുന്നത്? അഡിനോസിൻ. ഇനി DNA-യിലെ ഷുഗർ ആയിട്ടുള്ള ഡിയോക്സി ആണ് ഡിയോക്സി അഡിനോസിൻ. ഗുവാനിൻ ആണെങ്കിൽ ഗുവാനോസിൻ, ഡിയോക്സി ഗുവാനോസിൻ. സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റിഡിൻ. സൈറ്റിഡിൻ ആണ് കേട്ടോ, സൈറ്റോസിൻ അല്ല വരുന്നത്, സൈറ്റിഡിൻ. സൈറ്റോസിൻ എന്നാണല്ലോ എന്റെ പേര്, അതുകൊണ്ട് തന്നെ സൈറ്റിഡിൻ. സോ ഡിയോക്സി സൈറ്റിഡിൻ. തൈമിന് റൈബോസ് അല്ലെ, തൈമിന് ഇവിടെ ഇല്ല, നമ്മുടെ RNA ഇല്ല, അതുകൊണ്ട് അത് എന്താണ്? ഡിയോക്സി തൈമിഡിൻ. യുറാസിലാണെങ്കിൽ എവിടെയില്ല? DNA ഇല്ല, അതുകൊണ്ട് തന്നെ യുറിഡിൻ എന്നാണ് അതിന്റെ എന്ത് നടക്കുന്നത്? ഫോർമേഷൻസ് നടക്കുന്നത്. സോ നോക്കി, ന്യൂക്ലിയോടൈഡ് ആയിട്ടുള്ള സൈറ്റോസിൻ അല്ലെ, സൈറ്റോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷുഗർ ആയിട്ട് ചേർക്കുകയാണെങ്കിൽ എന്താ ഫോം ചെയ്യുന്നത്? സൈറ്റിഡിൻ ആണ് അല്ലെ. ഡിയോക്സി സൈറ്റിഡിൻ ആയിരുന്നെങ്കിൽ ഇതും കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഡിയോക്സി സൈറ്റോസിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഡിയോക്സി സൈറ്റിഡിൻ അല്ലെങ്കിൽ സൈറ്റിഡിൻ ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ലാസ്റ്റ് എന്ത് വന്നു? സൈറ്റോസിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എന്താണ്? തെറ്റ് ആണ്. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു ദ റിസപ്റ്റർ സെൽസ് ഇൻ ദി ലാറ്ററൽ ലൈൻ സിസ്റ്റം അലോങ് ദി സൈഡ് ഓഫ് ഷാർക്ക് ആൻഡ് അല്ലെ കോക്ലിയ ഓഫ് ഇയർ ഹാവ് ഇൻ കോമൺ? ഇതിന്റെ അർത്ഥം എന്താണ്? റിസപ്റ്റർ സെൽസ് അല്ലെ, ഷാർക്കിലെ റിസപ്റ്റർ സെൽസും അതുപോലെ തന്നെ നമ്മുടെ കോക്ലിയയ്ക്കും കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫീച്ചർ? നമ്മുടെ കോക്ലിയയുടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാം അല്ലെ. നമ്മുടെ കോക്ലിയയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? മെയിൻ ആയിട്ട് യൂസ് ഹെയർ സെൽ ടു സെൻസ് സൗണ്ട്. സൗണ്ട്സിനെ സെൻസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പ്രഷർ വേവ്സിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും സിമിലർ ആയിട്ടുള്ളത് എന്താണ്? ദേ യൂസ് ഹെയർ സെൽ ടു സെൻസ് സൗണ്ട്സ് അല്ലെങ്കിൽ പ്രഷർ വേവ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം അല്ലെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ലിസ്റ്റ് പോസിബിൾ ആൻസിസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഫ്രം ദി ഓൾഡസ്റ്റ് ടു മോസ്റ്റ് റീസെന്റ്. അപ്പം ഹ്യൂമൻസിന്റെ ആൻസിസ്റ്റേഴ്സ് നമ്മൾ ആ ഒരു ഓർഡർ പഠിക്കാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ടു മോസ്റ്റ് റീസെന്റ് ഏതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസുകളും തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഏറ്റവും ഓൾഡസ്റ്റ് ടു മോസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹാബിലസ് ആൻഡ് ഹോമോ ഇറക്ടസ് എന്നുള്ളതാണ് ഓർഡർ. അതിൽ ഓസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് ഏതാണ്? ഏകദേശം 4 മുതൽ 2 മില്യൺ വർഷങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാരാണ്. ഇവരെന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഇയർലിയസ്റ്റ് ആൻസിസ്റ്റേഴ്സ് ആണ് അല്ലെ. ഏറ്റവും പഴയ ആൾക്കാരെന്ന് അറിയപ്പെടുന്നതാണ് ഓസ്ട്രലോപിത്തേക്കസ്. 4 മുതൽ 2 മില്യൺ വർഷങ്ങൾ മുമ്പാണ് അവരിവിടെ താമസിച്ചിരുന്നത്. ഇനി ഹോമോ ഹാബിലസ് ഉണ്ട്. ഹോമോ ഹാബിലസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൂൾസ് യൂസ് ചെയ്തിരുന്ന, അതായത് ഒരൊരു സ്ഥലത്ത് താമസിക്കുകയും ആ സ്ഥലത്ത് അഗ്രികൾച്ചേഴ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ടൂൾസ് യൂസ് ചെയ്തിരുന്ന വിഭാഗമാണ് ഹോമോ ഹാബിലസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഹോമോ ഇറക്ടസ് ഉണ്ട്. അവർ ഏകദേശം എന്താണ്? 1.9 മില്യൺ ടു ഈ ഒരു ഇത്രയും ഇയേഴ്സ് എഗോ താമസിച്ചിരുന്നതാണ്. അവരെന്ന് പറയുന്നത് അഡ്വാൻസ് ടൂൾസ്, ഇതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ യൂസ് ചെയ്ത് ഒരു എന്താണ് ഫയർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയ ആൾക്കാരാണ് ഹോമിയോ ഇറക്ടസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതിനകത്ത് ഏതാണ് ഏറ്റവും ഓൾഡസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾഡസ്റ്റ് നമുക്ക് എപ്പോഴും അറിയാം ഓസ്ട്രലോപിത്തക്കസ് ആണെന്നുള്ളത്. അത് വീണ്ടും 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹാബിലസ് ആൻഡ് ഹോമോ ഇറക്ടസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗമായിട്ട് കാണാം. താങ്ക് യു.